ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും കോണ്ടന്റ് ക്രിയേഷൻ്റെ ഏതൊക്കെ ഒരു സൈഡ് ടച്ച് ചെയ്ത് പോയിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ്. അതിനെക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്താക്കിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാനുള്ള കാരണം. സോ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും, എവിടെ നോക്കിയാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ഉണ്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡൗട്ട് മൊത്തം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ പോണത്, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആൻഡ് വിത്ത് മൈ ഓൺ എക്സ്പീരിയൻസ്. എനിക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 5K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഈ ഒരു ജസ്റ്റ് 5K സബ്സ്ക്രൈബേഴ്സ് ആവറേജ് നമ്മളെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരു 300-400 വ്യൂസേ വരുന്നുള്ളൂ. ഇത് വെച്ചിട്ട് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒക്കെ നിങ്ങൾക്ക് എന്താക്കി തരും ഞാൻ പറഞ്ഞത്. സോ നിങ്ങളോട് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ് ആൻഡ് കരിയർ, ഈ 5 ടോപ്പിക്സ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ചാനൽ വരുന്നുണ്ടാവുക. ആൻഡ് വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദി ഫസ്റ്റ് തിങ് ഈസ് നിങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടും. അത് എന്ന് കിട്ടും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട്, എത്രത്തോളം ക്ലാരിറ്റിയോടെ, എത്രത്തോളം നിങ്ങളതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുക. പൈസ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് യൂട്യൂബിൻ്റെ ആഡ്സൻസ് റവന്യൂ മാത്രമല്ല, നിങ്ങൾക്ക് കൊളാബറേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളെ ഓൺ പ്രൊഡക്റ്റീവ് സെല്ലാനായിക്കോട്ടെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3K or 4K സബ് ആവുന്ന സമയത്ത് ഒരു ചെറിയൊരു കോഴ്സ് ഞാൻ ജസ്റ്റ് ബിൽഡ് ചെയ്തിരുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ, ഹൗ ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ എന്ന ലെവലിൽ ഒരു കോഴ്സ് ഞാൻ ബിൽഡ് ചെയ്തിരുന്നു. സോ ആ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആകെ മാർക്കറ്റ് ചെയ്ത് ഈ യൂട്യൂബിൽ കയറിയിട്ട് എന്താക്കി പറഞ്ഞ് ഞങ്ങളൊരു കോഴ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എനിക്ക് ആ ഒരു സമയത്തിൻ്റെ ആവറേജ് വ്യൂസ് എന്ന് പറയുന്നത് 100-150 വ്യൂസാണ്. പക്ഷേ അത് കണ്ടിട്ട് വരെ എനിക്ക് എൻ്റെ റെക്കോർഡ് സെഷൻസ് ഓൾമോസ്റ്റ് 200 റുപ്പീസാണ്. അത് ഓൾമോസ്റ്റ് 11 ആൾക്കാർ വാങ്ങി. എൻ്റെ 1-to-1 മെൻറ്റർഷിപ്പ് ഓൾമോസ്റ്റ് 1000 റുപ്പീസാണ് 4 ആൾക്കാരത് പർച്ചേസ് ചെയ്ത്. ഞാൻ വേറെ ഒരു മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 3000-4000 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉള്ളൂ, ആവറേജ് വ്യൂസ് 100 ഉള്ളൂ. എന്നിട്ട് വരെ എനിക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റി, ഇതിന്ന് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റി. ആൻഡ് സെക്കൻഡ് തിങ്, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബ് കാരണം എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എൻ്റെ സ്റ്റോറി ടെല്ലിങ് എബിലിറ്റിയാണ്. അതായത് ഇന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അത് ഏത് കൈൻഡ് ഓഫ് ആൾക്കാരായിക്കോട്ടെ, ഏത് ടോപ്പിക്കിൽ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവിടെ പോയി എന്നോട് ഒരു കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 10 മിനിറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സോ അത് ഞാൻ അവിടെ പറയുന്ന കഥകളായിരിക്കാം, അത് ഞാൻ അവിടെ പറയുന്ന ടോപ്പിക്കുകളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. സോ ആ ഒരു സ്റ്റോറി ടെല്ലിങ് എബിലിറ്റി എനിക്ക് കിട്ടിയത് ഈ കോണ്ടന്റ് ക്രിയേഷനാണ്. കാരണം ഇന്ന് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു മിനിറ്റ് അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളെ ഞാൻ. അവിടുന്ന് ഇന്ന് ഏതൊരു വേദിയിലും അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റ് സംസാരിക്കാനുള്ള ആ ഒരു എബിലിറ്റിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടന്റ് ക്രിയേഷന് വലിയൊരു റോളുണ്ട്. സോ സ്റ്റോറി ടെല്ലിങ്, കാരണം ഇന്ന് എല്ലാ ആൾക്കാർക്കും വേണ്ടി അതാണ്, നമ്മളെ ഉള്ളിലുള്ള സാധനങ്ങൾ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ സ്റ്റോറി ടെല്ലിങ് എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അതിനോട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാവും. ഇന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അത്രയ്ക്ക് ലെവൽ എക്സ്ട്രീം ലെവൽ ഇൻട്രോവേർട്ട് തന്നെയാണ്. എനിക്കൊരാളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയുള്ള ഞാനാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നത്. കാരണം ഞാൻ പ്രൗഡായിട്ട് പറയുന്ന കാര്യം, ഞാൻ എന്തായിരുന്നു അവിടുന്ന് ഞാൻ എന്തായി മാറി എന്നുള്ളത്. സോ ഇന്ന് ഞാൻ ഒരുപാട് കുട്ടികൾ ക്ലാസ് എടുക്കുന്നത്, ഇന്ന് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്, ഇന്ന് ഞാൻ പല സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത്. സോ ഇതിലേക്കൊക്കെ മാറാൻ വേണ്ടി ഒരു കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേറ്റർ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു കണ്ടൻറ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സ്റ്റോറീസ് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ നമ്മൾ വേർഡ്സ്, നമ്മളെ മൈൻഡിൽ ഒരുപാട് വേർഡ്സാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. സോ ഈ വേർഡ്സിനെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് പുറത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ഉള്ളിലുള്ള ഐഡിയാസിനെ പ്രോപ്പറായിട്ട് പുറത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കണ്ടന്റ് ക്രിയേഷൻ നമ്മളെന്താ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് അത് നമ്മൾ സംസാരിക്കുകയാണ്. സോ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയേണ്ട ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾ സ്ട്രക്ചറാക്കാനും സ്ട്രക്ചറാക്കി സംസാരിക്കാനുള്ള. സോ നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാവും, നല്ലൊരു സ്റ്റോറി ടെല്ലറാവും. ആൻഡ് അടുത്ത കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ന് എൻ്റെ അടുത്തേക്ക് ഒരു പ്രശ്നമായിട്ട് വരികയാണെന്ന് നോട്ടിക്കാം, ഒന്നെങ്കിൽ എനിക്ക് ആ പ്രശ്നം സംസാരിച്ച് സോൾവ് ചെയ്ത് കൊടുക്കാം, അറ്റ്ലീസ്റ്റ് ഒരു റിലാക്സേഷൻ കൊടുക്കാനെങ്കിൽ എനിക്ക് പറ്റും. അല്ലെങ്കിൽ എനിക്ക്
ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 90-95% എനിക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ നെറ്റ്വർക്കാണ്. സോ ഈ നെറ്റ്വർക്ക് എനിക്ക് ബിൽഡ് ചെയ്യാനും ഈ ഒരു കണക്ഷൻസ് പല ഏരിയയിലുള്ള പല ടോപ്പിക്കിൽ അറിയുന്ന പല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. കാരണം ഞാൻ അവരായിട്ട് സംസാരിക്കാൻ തുടങ്ങി, അവരായിട്ട് പോഡ്കാസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. സോ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയൊരു സംഭവം എനിക്ക് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ കാരണമാണ് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ജസ്റ്റ് 5K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ജസ്റ്റ് ആവറേജ് വ്യൂസ് ഒരു 300 വ്യൂസേ വരുന്നുള്ളൂ. എന്നിട്ട് പോലും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനെ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്നത് ബിഗ്ഗാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണ്. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഇന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഹാരിസ് ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ്. ഓൾമോസ്റ്റ് 300 എബോവ് എംപ്ലോയീസ് ഉള്ള ഒരു വലിയ ഹ്യൂജ് കമ്പനി തന്നെയാണ്. അവിടെ ഒരു ഹെഡ് പൊസിഷനിലേക്ക് എനിക്ക് ഇന്നൊരു ജോബ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ റോള് കണ്ടന്റ് ക്രിയേഷനാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് അവിടുത്തെ CEO റിസ്വാൻ ഖാനായിട്ട് ഒരു ദിവസം മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ പുള്ളിനെ ആദ്യം ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് ജസ്റ്റ് സംസാരിക്കണമെന്ന് മാത്രമേ അവിടെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ചാനലൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാനലിൽ ഞാനിതാണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഐഡിയാസ് ഇതാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ആഗ്രഹം, ഞാനിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഞാൻ കാഷ്വലായിട്ട് സംസാരിച്ചു. ആ ഒരു ടോക്കിൻ്റെ മുകളിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മൂപ്പരെന്നെ വെൽക്കം ചെയ്യുന്നതും ഞാനത് കൈ നീട്ടി സ്വീകരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നതും. കാരണം നമ്മൾ അഡ്മയർ ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ കൂടുതൽ, പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന, ഇനി സാലറി വൈസ് ആയിക്കോട്ടെ എല്ലാ രീതിയിലും ബെസ്റ്റ് നമുക്ക് തോന്നുന്ന ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ മുന്നിലേക്ക് വന്നത് ആ ഒരൊറ്റ ടോക്കിൻ്റെ മുകളിലാണ്. ആ ടോക്കിലുള്ള സ്റ്റാർട്ടിങ്ങും ഈ കണ്ടന്റ് ക്രിയേഷൻ. ആൻഡ് യൂട്യൂബ്, ക്യാൻവ അതിൻ്റെയൊക്കെ ക്ലാസ്സസ് ചെയ്യാൻ എടുക്കുന്നതാണ്. എനിക്ക് പെർ ഹവറിൽ ഒരു വലിയൊരു എമൗണ്ട് അതും വേറെ കിട്ടുന്നുണ്ട്. സോ നമ്മൾ പോലെ എക്സ്പെക്ട് ചെയ്യാണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എൻ്റെ അടുത്തേക്ക് വന്നത്. അതൊക്കെ കാരണം എന്താ, ഈ കണ്ടന്റ് ക്രിയേഷൻ. സോ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്കും നിങ്ങളെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വീക്കിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ ടൈമോ നിങ്ങളെ എഫേർട്ട് നിങ്ങളെ എനർജി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഇത് കൊണ്ടുവരും, അത് ഉറപ്പാണ്. അതിൻ്റെ ലിവിങ് എക്സാമ്പിളാണ് ഞാൻ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതായത് കമൻറ്റായിട്ട് ചോദിച്ചോ, ഞാനത് എന്തായാലും ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.